2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലും ദൈവമാതാവ് ദുരന്തമുഖങ്ങളെ അതിജീവിക്കുവാനുള്ള നമ്മുടെ കുടുംബത്തിൽ, നാട്ടിൽ, രാജ്യത്ത് ഉണ്ടാകുവാൻ പോകുന്ന ദുരന്തമുഖങ്ങളെ അതിജീവിക്കാൻ വേണ്ട വചനങ്ങളാണ് ഈ മരിയൻ ഉടമ്പടി ആരാധനയിലൂടെ നമുക്ക് നൽകുന്നത്. ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്കൊരു നിമിഷം ഉച്ചത്തിൽ സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹാലലൂയ, 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 മഹത്വം, മഹത്വം, ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന, ഹാലലൂയ, 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 ഹാലലൂയ. നമുക്ക് മുട്ടുമേലായിരിക്കാം. ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഗായക സംഘത്തോട് ചേർന്ന് വലിയ സന്തോഷത്തോടെ ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ നമ്മളെ പ്രത്യേകമായിട്ട് വഴി നടത്തിയതിനും നമ്മളിവിടെ എത്തിച്ചതിനും അവരുടെ ഓരോ മക്കളുടെയും വ്യക്തിപരമായിട്ടുള്ള ഓരോ നിയോഗങ്ങളെയും ഏറ്റവും അടുത്ത് നടക്കുന്ന ഈ മരിയൻ ഉടമ്പടി ആരാധനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഒപ്പം തന്നെ റാലിയുടെ പ്രത്യേകമായിട്ടുള്ള ആഗോള മിഷന് വേണ്ടിയിട്ടും, അതായത് ലോകസമാധാനത്തിന് വേണ്ടിയിട്ടും പീഡിത സഭകൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വർദ്ധിച്ച സന്തോഷത്തോടെ അധിക അഭിഷേകത്തോടെ റാലിയിൽ നിന്ന് സ്വീകരിച്ച അഖണ്ഡ ജപമാല മഹാറാലിയിലൂടെ ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഗായക സംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കാം. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താലേ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി പരിശുദ്ധാത്മാവേ, ദാനത്തോടെ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി പരിശുദ്ധാത്മാവേ, കൈകൾ ഉയർത്തി നിറയണമേ നീ നിന്നുള്ളിൽ നീരാവണമേ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ നിന്നുള്ളിൽ നീരാവണമേ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെഞ്ചടന്മാരും രണ്ടായി മാറ്റിയൊരു അഭിഷേകം കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെഞ്ചടന്മാരും രണ്ടായി മാറ്റിയൊരു അഭിഷേകം കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. പരിശുദ്ധാത്മാവേ, 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 എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവേ, 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 അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താലേ ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കാം. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താലേ പരിശുദ്ധാത്മാവേ, ദാനത്തോടെ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി പരിശുദ്ധാത്മാവേ, ദാനത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.
അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഞങ്ങൾക്ക് വരുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാനും ഞങ്ങളെ അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ശുഭ, ഇതെൻ്റെ ഹസ്ബൻഡ് മനു. കൊല്ലം ജില്ലയിൽ പുത്തൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞതിൻ്റെ പ്രകാരമാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. ഞങ്ങൾ 2024 ഡിസംബർ 2-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഭർത്താവിന് ഒരു നടുവിൻ്റെ ഒരു പ്രശ്നം ആണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ആ പ്രശ്നം പറയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കൈക്ക് ഒരു പ്രശ്നമുണ്ടായി. കാരണം എന്ന് പറഞ്ഞാൽ വലതുവശത്തെ കൈക്ക് എനിക്ക് പെട്ടെന്നൊരു വേദന വരികയും കുറച്ച് നാൾ കൊണ്ട് എൻ്റെ കൈക്ക് വേദന വന്ന് എനിക്ക് പാത്രങ്ങളൊന്നും എടുക്കുമ്പോൾ അത് കയ്യിൽ നിന്ന് വീഴുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായി ഞാൻ അടുത്ത ഒരു മർമാണി വൈദ്യൻ്റെ അടുത്ത് പോവുകയും ആ വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഞങ്ങളെ നോക്കിയതിന് ശേഷം പുള്ളി പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, കൈക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയും, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് മുടന്തിയാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് നടുവിനാകെ പ്രശ്നമുണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ പോയാൽ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് തളർന്നു വീഴുന്ന അവസ്ഥ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യുക, എൻ്റെ ക്ലിനിക്കിലോട്ട് വാ, അവിടെ വന്നിട്ട് നിങ്ങൾ ഇതിനെ തടവുകയും കിഴി ചെയ്യുകയും ചെയ്യുക, അല്ലാതെ ഇത് മാറത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് ഇത് കൊണ്ടുവന്ന് തടവിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തടവിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പൂർണ്ണമായും ശരീരം തളരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഈശോയിൽ വിശ്വാസം വളരെ കുറവായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയും അദ്ദേഹം പ്രാർത്ഥനയിൽ കൂടെ ഇരിക്കാതെ മൊബൈൽ നോക്കിയിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. അപ്പോഴും ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ വന്ന് അമ്മയെ പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോഴും പുള്ളി അത് കേൾക്കത്തില്ലായിരുന്നു. അങ്ങനെ വീണ്ടും അമ്മയുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി അമ്മ ചെയ്ത ഒരവസ്ഥയാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഹസ്ബൻഡ് പറയും. എൻ്റെ പേര് മനു, കൊല്ലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ നടുവേദന കാരണം എനിക്കൊരു ശകലം പോലും നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു. ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പോലെ ആ നനവോടുകൂടി വന്ന് കട്ടിലേക്ക് കിടക്കണമെന്ന ഒരു സ്ഥിതിയായിരുന്നു. ഇരുന്ന് ആഹാരം കഴിക്കാനൊക്കത്തില്ല, ആ ഒരു സ്ഥിതിയായിരുന്നു. ആ ഒരു സ്ഥിതിയിൽ നിന്നാണ് ഇപ്പോൾ ഈ പരുവത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ സൈത്ത് പൂച്ചി തന്നായിരുന്നു. അത് തന്നതിന് ശേഷം എൻ്റെ രോഗത്തിന് ശമനമുണ്ടായി. ഇപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ആ സെയ്ത്ത് പൂശുന്ന സമയത്ത് അമ്മയുടെ ഒരു സുഗന്ധാഭിഷേകം എനിക്ക് ലഭിക്കുകയും ചെയ്തു. അതാണ് തന്നെ എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എൻ്റെ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി. 10 വർഷങ്ങളിൽ കൂടുതലായി യൂറിക് ആസിഡിൻ്റെ വേദന അനുഭവിച്ച് നടന്നതാണ്. 10-20 വർഷം കൊണ്ട് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അതെല്ലാം അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് അമ്മ മാറ്റി തന്നു. തിരുവുമാരനും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു ഞാൻ. അടുത്തതായിട്ട് എൻ്റെ വീട്ടിലേക്ക് ഒരു ലോൺ എടുക്കാൻ വേണ്ടി ഞങ്ങൾ 2 പേരും കൂടി ബാങ്കിലേക്ക് പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊണ്ടു കൊടുക്കുകയും ബാങ്കുകാർ അത് നോക്കി ഇപ്പോൾ ഉടനെ കിട്ടത്തില്ല എന്ന് പറയുന്ന ഇടത്ത് ഞങ്ങൾ ചെന്ന് അമ്മയുടെ കാശ് രൂപം കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അവിടെ ചെന്നതിന് ശേഷം
4 മണിയായപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരിയാണ് അവിടെ പിന്നെ ലോൺ സെക്ഷനിലോട്ട് ഇരിക്കുന്നത്. അങ്ങനെ കണ്ട് പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കൂട്ടുകാരിയുടെ രൂപത്തിലാണ് അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായത്. അമ്മ ഞങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട്, ഏതാണ്ട് 3 മാസം വരെ സാധിക്കാത്ത കാര്യം 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു തരികയും ചെയ്തു. അങ്ങനെ അവിടെയും ഞങ്ങൾക്ക് ദൈവിക ഇടപെടൽ, സമയ ചുരുക്കത്തിൻ്റെ അമ്മ, അവിടെ അനുഭവം ഞങ്ങൾക്കുണ്ടായി. അടുത്തതായിട്ട് പിന്നെ എനിക്ക് പീരീഡ്സ് കറക്റ്റായി വരത്തില്ലായിരുന്നു. ഇറഗുലറായിട്ടായിരുന്നു എൻ്റെ പീരീഡ്സ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ചിലപ്പോൾ എനിക്ക് 4 മാസം 5 മാസം വരെയും പീരീഡ്സ് ഇല്ലാതിരുന്നിട്ട് എനിക്ക് പിന്നീട് വന്നു കഴിയുമ്പോൾ 6 മാസം വരെയും എനിക്ക് നിൽക്കാത്ത ഒരവസ്ഥയാണ് പിന്നെ വരുന്നത്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കുകയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ബയോപ്സിക്ക് അയക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുകയും എന്നും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നെഗറ്റീവായി. അമ്മ അവിടെ എനിക്ക് അമ്മയുടെ ഇടപെടൽ എനിക്കുണ്ടാവുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ആ ഒരു രോഗസൗഖ്യം അമ്മ തന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് പിന്നെ 15 വർഷം കൊണ്ട് അലർജി രോഗമുണ്ടായിരുന്നു. അലർജി എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തുമ്മലും പിന്നെ മൂക്കടച്ച് ഉറങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. 15 വർഷം കൊണ്ട് അനുഭവിക്കുന്നതാണ്. അങ്ങനെ ഇവിടെ വന്ന സമയത്ത് ഞാൻ നിയോഗം എഴുതി വെക്കുകയും പിന്നെ അതിനുശേഷം അമ്മ അതിലിടപെട്ടതിന് ശേഷം ഞങ്ങൾക്കത് പൂർണ്ണമായി ആ രോഗസൗഖ്യവും അമ്മ തന്നു. പിന്നീട് യൂറിക് ആസിഡ് 10 വർഷം കൊണ്ട് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം വന്ന് കാലുവേദന കാരണം നടക്കാൻ വയ്യാത്ത അവസ്ഥയിലോട്ടെത്തുകയും ഉറക്കമില്ലാതെ പല ദിവസങ്ങളിലും ഉറക്കമില്ലാത്ത അവസ്ഥയും വന്നിട്ടുണ്ട്. അപ്പോഴും ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് നിയോഗം എഴുതി വെക്കുകയും വിശുദ്ധ തൈലം പുരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇത് പിന്നീട് ആ ഒരു അസുഖം വന്നിട്ടില്ല. അവിടെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായതിൻ്റെ പേരിൽ ഞങ്ങൾക്കതും മാറിക്കിട്ടി. അതിനും ഈശോയോടും അമ്മയോടും നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ശരീരത്ത് വെയിൽ കൊള്ളുന്ന സമയത്ത് എൻ്റെ കൈക്കും മുഖത്തുമെല്ലാം പാടുകൾ വരികയും പിന്നെ വട്ടത്തിൽ ഉള്ള പാട് വന്ന് എനിക്ക് ചൊറിച്ചിൽ കാരണം എനിക്ക് ഉറങ്ങാൻ വയ്യാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോഴേ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഈ വിളക്കിൻ്റെ പിന്നെ മുമ്പിൽ വന്നിട്ട് അവിടെ വന്ന് ആ തൈലം എടുത്ത് ഞാൻ ഇവിടെ പല പ്രാവശ്യവും വരുന്ന സമയത്ത് ഉടമ്പടി പുതുക്കാൻ വരുന്ന സമയത്ത് എൻ്റെ ദേഹത്തെല്ലാം പുരട്ടി ഞാൻ പോവുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ യാതൊരു പാടുകളും ഇല്ലാതെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതിനും എൻ്റെ ഈശോയോടും അമ്മയോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഒരു വിദേശയാത്രയുടെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്കൂളിൽ ഞാൻ 25 കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി കൊണ്ടു കൊടുക്കുന്ന ഒരു രീതി ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് ഞങ്ങൾ 2 പേരും കൂടെ അത് ചെയ്ത് അതും കൊണ്ടു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ പത്രം ഞാൻ എല്ലാവർക്കും ഞാൻ പത്രം കൊണ്ടു കൊടുക്കും. വിശുദ്ധ തൈലം പൂശി കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എല്ലാവർക്കും പത്രം കൊണ്ടു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഞാൻ വളരെ ദേഷ്യമുള്ള ഒരാളും അതുപോലെ തന്നെ ഇങ്ങോട്ടാരെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് മറുപടി പറയുന്ന ഒരു സ്വഭാവവും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിലെല്ലാം എനിക്ക് മാറ്റം കിട്ടി. ഞാനിപ്പം ചെറിയ കാര്യങ്ങൾ പോലും വന്നു കഴിയുമ്പോൾ എനിക്ക് കരയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പം അതിലെല്ലാം എനിക്ക് മാറ്റം വന്ന് ഞാൻ ആകെ അമ്മയുടെ അടുത്ത് മാത്രമേ ഞാനിപ്പം കരയാറുള്ളൂ. അമ്മയുടെ പ്രാർത്ഥനകളിൽ മാത്രം പോകുന്ന സമയത്ത് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള എല്ലാ ശീലങ്ങളും എനിക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ രാവിലെയും വൈകിട്ടും പ്രാർത്ഥന കൃത്യമായി പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും മുടങ്ങാതെ ചെല്ലുന്നുണ്ട്. അതുപോലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ ഒരു ദിവസം ഞാൻ കേൾക്കാതെ ഒരു ദിവസവും എനിക്ക് തുടങ്ങത്തില്ല.
പിന്നീട് വൈകിട്ട് അതുപോലെ തന്നെ ജപമാല ചെല്ലുന്നത് 2 പേരും കൂടി ഇരുന്നാണ് ഞങ്ങൾ ജപമാല ചെല്ലുന്നത്. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും ചൊവ്വാഴ്ചത്തെ ധ്യാനവും എല്ലാം ഞാൻ കേൾക്കാറുണ്ട്. അതിലെല്ലാം എനിക്ക് ഒരുപാട് നന്ദി ഈശോയോടും അമ്മയോടും പറയാനുണ്ട്. കാരണം എൻ്റെ ജീവിതം ഇത്രയും ഏറെ മാറ്റി തന്നതിന് അമ്മയോടും ഈശോയോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാനൊരു യാത്രയിൽ എനിക്കൊരു സാന്നിധ്യമുണ്ടായി. ഞാൻ 2018 ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് ദിവസം എനിക്ക് വിദേശത്തേക്ക് പോകാൻ ഒരവസരം കിട്ടി. ഹസ്ബൻഡ് വിദേശത്തായിരുന്നു. അതിൻ്റെ പേരിൽ എന്നെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് വിസ അയച്ചു തരികയും എനിക്ക് ഡിസംബർ 25-ാം തീയതി പോകാനുള്ള അനുഭവം ഉണ്ടായി. അങ്ങനെ ഞാൻ വൈകുന്നേരം രാത്രി 2 മണിക്കാണ് ഞാൻ യാത്ര തിരിക്കുന്നത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് എന്നെ രക്ഷകർത്താക്കൾ കൊണ്ടാക്കിയിട്ട് അവർ പോരുകയും ഞാനകത്ത് ചെന്നപ്പോൾ എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് അവർ ചോദിക്കുന്നു, വിദേശയാത്രയ്ക്ക് പോകുന്നതിന് നമുക്ക് വിസിറ്റിംഗ് വിസ ആയത് കാരണം റിട്ടേൺ ടിക്കറ്റ് വേണമെന്ന് പറയുന്നു. അപ്പം എനിക്ക് റിട്ടേൺ ടിക്കറ്റ് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ അത് എടുത്തിട്ടില്ല, എനിക്കവരെടുത്ത് തന്നതുമില്ല. അങ്ങനെ ഞാൻ റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ ഞാൻ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു, ഒരു കാരണവശാലും നിങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ പോകാൻ സാധിക്കില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഹസ്ബൻഡിൻ്റെ ഡീറ്റെയിൽസ് തരാൻ പറയുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് തലേ ദിവസം രാത്രി ഞാൻ മേശപ്പുറത്ത് വെച്ചേക്കുന്നു. പക്ഷേ അതും ഞാൻ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ എൻ്റെ കയ്യിൽ യാതൊരു ഡീറ്റെയിൽസും എൻ്റെ കയ്യിലില്ല. അങ്ങനെ അവിടെ ചെന്ന് വീണ്ടും അവരെൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം ചെയ്യും. അപ്പോഴത്തേക്ക് എനിക്ക് സങ്കടം വന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞ് ഹസ്ബൻഡിനെ വിളിച്ച് നിങ്ങൾ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇട്ട് തരാൻ പറയുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനെ വിളിക്കുന്നു, ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് അയച്ചു തരുന്നു. അത് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും എന്നെ അടുത്ത സെക്ഷനിലോട്ട് വിട്ടു, എമിഗ്രേഷനിലോട്ട് വിട്ടു. അപ്പോൾ എമിഗ്രേഷനിൽ ചെന്നപ്പം വീണ്ടും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും എന്നെ കയറ്റി വിടുന്നില്ല. അദ്ദേഹം വീണ്ടും പറയുന്നത്, നിങ്ങൾ എവിടത്തേക്ക് പോവുകയാണ്, നിങ്ങൾ ജോലിക്ക് പോവുമായിരിക്കും, നിങ്ങളല്ലാതെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്കൊന്നും പോവുകയെന്ന് കള്ളം പറയുന്നതായിരിക്കും എന്ന് പറയുന്നു. അപ്പോഴും ഞാൻ അവിടെ നിന്ന് എൻ്റെ ഒരു ശീലം എന്ന് പറയുന്ന കുഞ്ഞുനാൾ മുതലേ ഈശോയെ എനിക്ക് വളരെയധികം വിശ്വാസമുള്ള ഒരാളായിരുന്നു. അപ്പം ഈ ക്രിസ്മസ് ദിവസം ഞാൻ രാവിലെ ചെന്ന് ഈശോയുടെ പള്ളിയിൽ മെഴുകുതിരി കത്തിക്കുന്ന ഒരു ശീലവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ പോകുന്ന വഴിക്ക് ഞാൻ രാത്രിയിൽ അടുത്തൊരു മാതാവിൻ്റെ ഒരു കുരിശടിയിൽ ഞാൻ മെഴുകുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് ഞാൻ അമ്മയെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ എന്തിനാ ഇങ്ങനെ നടുക്കുകൊണ്ടുവന്ന് ആകെ അവസ്ഥയിലാക്കിയല്ലോ അമ്മയെന്നും പറഞ്ഞ് ഞാൻ നിന്ന് കരയുക. അപ്പോഴാണെങ്കിൽ ഒരു ഈശോയുടെ സാന്നിധ്യം എനിക്ക് അവിടെ മനസ്സിലായി. കാരണം വിശുദ്ധ അന്തോനീസിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ഒരു കളറ് ഒരു ഡ്രസ്സ് വിട്ട് നമ്മുടെ ഈശോയുടെ അതേ രൂപമുള്ള ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നു. എന്നെ കണ്ട ഉടനെ എയർപോർട്ടിൽ എന്നെ അറിയുന്നവരാരുമില്ല, എന്നെ കണ്ട് ചിരിച്ചുകൊണ്ടാണ് നടന്നു വരുന്നത്. വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്, എന്താ നിൻ്റെ പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്, എന്താ നിൻ്റെ പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുന്ന എന്നെ അങ്ങനെ വിളിക്കണമെങ്കിൽ എനിക്ക് ആരും അറിയത്തില്ല, അവിടെ ആരും അറിയുന്നവരാരുമില്ല. അപ്പം പറയുന്നു, അടുത്ത ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നത്, എന്താ സാറേ? അന്നേരം പറയുന്നത്, ആണ്ട റിട്ടേൺ ഇല്ലാതെ ഇവിടെ വന്ന് നിൽക്കുക, അതിന് പോകാൻ പറ്റത്തില്ല. അന്നേരം എന്നെ നോക്കിയിട്ട് ഈ ഈശോയുടെ രൂപത്തിലുള്ള അദ്ദേഹം വന്ന് എന്നോട് പറയുക, സാറേ അവളെ വിട്ടേക്ക്, അവൾക്ക് ഇന്ന് ക്രിസ്മസ് അല്ലേ, നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തയാന്ന് അവൾ കരുതട്ടെ, ഇന്ന് അവളെ വിട്ടേക്കെന്ന് പറയുന്നു. എനിക്ക് എന്ത് വേണമെന്നറിയാൻ വയ്യ, ഞാൻ കരയണോ എന്ത് വേണമെന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെ എന്നെ അവിടുന്ന് അവർ വീണ്ടും എൻട്രി അടിച്ച് എന്നെ വിടുകയാണ് ചെയ്തത്. അങ്ങനെ എനിക്ക് അവിടെയും എൻ്റെ ഈശോയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ പിന്നീടും എനിക്ക് ഭയപ്പാടുണ്ടായി. കാരണം എന്ന് പറയുന്നത്, ഇനി അടുത്ത വിദേശ രാജ്യത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നാൽ എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ല, അവർ വല്ലതും ചോദിച്ചാൽ എനിക്ക് തിരിച്ച് പറയാൻ പോലും അറിയില്ല. ഞാൻ അങ്ങനെ ചെന്നപ്പോൾ അടുത്ത ഒരു സീറ്റിലിരിക്കുന്ന ഒരമ്മ ഇരുന്ന് ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ അവിടെ ചെന്ന് അന്നേരം അമ്മയുടെ അടുത്തൊരു സീറ്റ് കണ്ടു, ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, അമ്മ ആദ്യമായിട്ടാണോ അമ്മ പോകുന്നത്? അല്ല മോളെ, എൻ്റെ മോൻ എന്നെ കൂടെ കൊണ്ടുപോകാറുണ്ട്, മോൾ ആദ്യമായിട്ടാണോ പോകുന്നതെന്ന് ചോദിക്കുന്നു.
ഞാനങ്ങനെ ഞാൻ പറഞ്ഞു അമ്മേ അവിടെ ചെല്ലുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് ചോദിക്കുമോ? അന്നേരം പറഞ്ഞ് ഇല്ല മോളെ, അവിടെ ചെല്ലുമ്പോൾ പാസ്പോർട്ട് മാത്രം കാണിച്ചാൽ മതി, അതിന് കുഴപ്പമൊന്നുമില്ല, മോളെ ആദ്യമായിട്ടാണ് വരുന്നത്, കുഴപ്പമില്ല, എൻ്റെ കൂടെ കൂടിക്കുമോ എന്ന് പറയുന്നു. അങ്ങനെ ആ അമ്മ എന്നെയും കൂട്ടി ഫ്ലൈറ്റിൽ കയറിയപ്പോൾ സീറ്റ് എന്നെ ആ അമ്മയുടെ അടുത്തിരിക്കാൻ വേണ്ടി അടുത്തുള്ള ഒരാളിൻ്റെ അദ്ദേഹത്തിനോട് പറയുന്നു, ഒന്ന് മാറിയിരുന്ന് കൊടുക്കുമോ, ഈ കുട്ടിയും കൂടെ എൻ്റെ അടുത്തോട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ആ സീറ്റ് അമ്മ ഒഴിഞ്ഞ് എനിക്കും കൂടി അവിടെ തരികയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അടുത്ത മസ്കറ്റിലോട്ടാണ് പോകുന്നത്. മസ്കറ്റിൽ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എൻ്റെ ലഗേജ് വരുന്നിടം വരെ അമ്മ എൻ്റെ കൂടെ നിന്ന് ചെന്നിറങ്ങി ലഗേജും കൊണ്ട് ചെന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ എന്നെ കൊണ്ടാക്കിയിട്ടാണ് ആ അമ്മ മാറിപ്പോകുന്നത്. ആ അമ്മയുടെ മകൻ്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞ് ആ അമ്മ പോവുകയും ചെയ്തു. പക്ഷേ മകനെ ഒന്നും ഞാൻ കാണാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ അമ്മ പോവുകയും ചെയ്തു. അവിടെ എനിക്ക് എൻ്റെ മാതാവാണ് അവിടെ ഇടപെട്ടതെന്ന് എനിക്ക് നല്ലതുപോലെ എനിക്ക് ബോധ്യപ്പെട്ടു. അതിനും എൻ്റെ അമ്മയോടും ഈശോയോടും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മെഴുകുതിരിയിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അമ്മ. അമ്മയുടെ രൂപവും ഈശോയും കുഞ്ഞ് ഈശോ ആയിട്ടുള്ള രൂപവും അതുപോലെ തന്നെ ഹാർട്ടിൻ്റെതും പൂവിൻ്റെതും റോസാപ്പൂവിൻ്റെത് അങ്ങനെ ഒരുപാട് എനിക്ക് എൻ്റെ മെഴുകുതിരിക്കകത്ത അനുഭവങ്ങൾ അമ്മ തന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ വന്ന സമയത്ത് ഞാൻ എല്ലാവർക്കും മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പം എനിക്ക് മാത്രം അത് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം ഞാൻ ആ 11-ാം നമ്പറിലെ മുമ്പിലത്തെ ആ അമ്മയോട് ഞാൻ ചെന്ന് പറയും, അമ്മേ എനിക്ക് മാത്രം ഈ സുഗന്ധാഭിഷേകം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഞാൻ അവിടെ നിൽക്കുന്നത് ഒരു 2 സെക്കൻഡ് കൊണ്ട് എനിക്ക് ആ സുഗന്ധാഭിഷേകം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ ഒരു ബന്ധുവുണ്ട്, ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് വന്നോ? അന്നേരം പറഞ്ഞ് ഞങ്ങൾക്കും കിട്ടി മോളെ എന്ന് പറഞ്ഞ്. അപ്പോഴേ ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടി, അടുത്ത് നിന്ന ഹസ്ബൻഡിന് കിട്ടിയില്ല. അപ്പം എനിക്ക് അവിടെ എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്ന് എനിക്ക് അനുഗ്രഹം തന്നു. അതുപോലെ തന്നെ ഞാൻ ഇപ്പം 5ാമത്തെ ഉടമ്പടി പുതുക്കിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. 5ാമത്തെ ഉടമ്പടി പുതുക്കുന്നതിനകത്ത് എനിക്ക് 4 ഉടമ്പടിക്കകത്തും എനിക്ക് ഇവിടെ വന്ന സമയത്ത് ആദ്യം 1ാമത്തെ ഉടമ്പടി മുതൽ എനിക്ക് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ആദ്യം എനിക്ക് കിട്ടുന്നത് മെഴുകുതിരി, അമ്മയെ ആനയിച്ചുകൊണ്ട് പോകുന്ന ആ മെഴുകുതിരിയാണ് കിട്ടുന്നത്. 2ാം പ്രാവശ്യം ഞാൻ ഈ 13-ാം നമ്പറിൽ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഇന്നെങ്കിലും എൻ്റെ കൂടെ അമ്മ വരണേന്ന് പറഞ്ഞ്. അമ്മ ആ ദിവസം എൻ്റെ കൂടെ അമ്മ എനിക്ക് കിട്ടി അമ്മേ. അത് കഴിഞ്ഞ് 3ാം ട്രിപ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നമ്മ എൻ്റെ കൂടെ വന്നില്ലേലും പ്രശ്നമില്ല, കാരണം എല്ലാവർക്കും കിട്ടണമല്ലോ, അതുകൊണ്ട് ഇന്നമ്മ എൻ്റെ കൂടെ വന്നില്ലേലും കുഴപ്പമില്ല. അപ്പോഴേ എനിക്ക് മുത്തിക്കുട പോകാനായിട്ട് എനിക്ക് കിട്ടി. വീണ്ടും 4ാം ട്രിപ്പിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇന്ന് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ്. അപ്പോഴും എൻ്റെ കൂടെ വന്ന്. അങ്ങനെ ഈ 4 പുതുക്കിനും എൻ്റെ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് എനിക്ക് അമ്മയെ എടുക്കുവാനും അതുപോലെ തന്നെ അമ്മയുടെ മുത്തിക്കുട എടുക്കുവാനും എല്ലാം എനിക്ക് സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയോടും അമ്മയോടും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അങ്ങനെ ഞാൻ നിർത്തുന്നു.